ഓക്കെ. Good morning, all. Good morning. Morning. Good morning. Good morning, madam. Morning, ma'am. Okay, Good morning. Good morning. Good morning, ma'am. Good morning. Good Hello. morning, ma'am. ക്ലാസ് തുടങ്ങാം. എല്ലാവരും റിലാക്സ് ആയാ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട്? ഓക്കെ മാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. Yes, ma'am. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഉള്ളത്? ഫാർമസി. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയാ. ഹലോ. HR ഡിപ്പാർട്ട്മെന്റ്. എന്നൊരു ക്വസ്റ്റ്യൻ പറയാമോ? ഫാർമസി ഉണ്ട്. ഫാർമസി ഉണ്ട്. HR ഡിപ്പാർട്ട്മെന്റ്. Laboratory. റിസപ്ഷൻ, ഫിനാൻസ്. Outpatient അക്കൗണ്ടിംഗ്. ഫാർമസി, റിസപ്ഷൻ. സ്കാനിങ്, CSFD. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫാർമസിനെ കുറിച്ചാണ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. കേൾക്കാൻ പറഞ്ഞോളൂ. പേരൊന്ന് പറയോ? എന്റെ പേര് വാഹിദ. ക്ലിയർ ആയില്ല മാഡം? വാഹിദ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ഫാർമസിയാണ്. നമ്മുടെ ചാപ്റ്റർ 15 ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. നിങ്ങളുടെ കോപ്പി ഇല്ലേ നമ്മുടെ നോട്ട്സിന്റെ? ഇത് സെക്കൻഡ് മൊഡ്യൂൾ ആണോ? ആ, ഇത് ഫസ്റ്റ്. നോട്ട്സ് പ്രിന്റ് അടിക്കാൻ കൊടുത്തിട്ടുള്ളൂ മാഡം, കിട്ടിയിട്ടില്ല. ഫസ്റ്റ് മൊഡ്യൂൾ ആണോ? പ്രിന്റ് എടുക്കാൻ കൊടുത്തതേ ഉള്ളൂ, അത് കിട്ടിയിട്ടില്ല. എനിക്ക് നോട്ട്സ് കിട്ടിയിട്ടില്ല. PDF PDF ക്ലിയർ ആയിട്ടില്ല. പേര് പറഞ്ഞേ അതൊന്നും മെസ്സേജ് ആയിട്ട് വാഹിദ. കിട്ടിയിട്ടില്ല. എനിക്ക് PDF കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലേ നോട്ട്സിന്റെ എല്ലാവർക്കും? കിട്ടിയിട്ടുണ്ട് മാഡം, കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ 15 ആണ്. നെയിം ഓഫ് ഫാർമസി. ഹലോ, സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ മാം? പറഞ്ഞോളൂ മാം. ക്ലിയർ ആയില്ല? സെക്കൻഡ് മൊഡ്യൂൾ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ? വിഷ്ണുപ്രിയ, വോയിസ് മ്യൂട്ട് ചെയ്ത് വെക്കോ? ഓക്കെ. നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ്. ഓക്കെ. യെസ് മാം. Okay. Hospital pharmacy is introduction ആണ്. Hospital pharmacy is one of the most important department among several department of a hospital. നമുക്കറിയാം ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ റിസപ്ഷൻ ഉണ്ട്, ലാബ് ഉണ്ട്, എക്സ്റേ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതില് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. ഇല്ലേ? അതെ മാം. Okay. Hospital pharmacy is defined as the department of hospital which handle procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആരെങ്കിലും ഒന്ന് പറയാമോ?
നോർമൽ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവരല്ലേ, നമുക്ക് അറിയാൻ പറ്റും ഒരു ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. മെഡിസിൻസ് ഉണ്ടാവുമല്ലോ. ഹലോ, ആഡ് ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് Storing medicine, മെഡിസിൻ medicines then arrange medicine, Providing medicines according to their prescriptions by doctor. സപ്ലൈ ചെയ്യും, പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് രോഗികൾക്ക് മെഡിസിൻസ് കൊടുക്കും അല്ലേ. ലഭ്യതയുണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പിന്നെന്താണ് packaging and distribution of drug, പാക്കേജിംഗ് ഉണ്ട്, distribution of drug, പിന്നെന്താണ് മാനുഫാക്ചറിങ് ഉണ്ട്. ചില ഫാർമസിയില് മെഡിസിൻസ് മാനുഫാക്ചറിങ് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ടെസ്റ്റിംഗ് ഉണ്ടാവും. ടെസ്റ്റിംഗ് ഹലോ യെസ് മാം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. യെസ് മാം, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ എന്തൊക്കെയുണ്ട് ഹലോ ഹാൻഡിൽ ചെയ്യുന്നത്? മരുന്നുകളുടെ സ്റ്റോറേജ് ഉണ്ട്, കോമ്പൗണ്ടിങ് ഉണ്ട്, ഡിസ്പെൻസിങ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. Okay. Yes. Next, it is also related to education and research in pharmaceutical service. പിന്നെന്താണ് ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളിലെ വിദ്യാഭ്യാസവും ഗവേഷണവുമായി എന്തൊക്കെ ഈ ഫാർമസി ബന്ധപ്പെട്ടിരിക്കുന്നത്. ചില ഹോസ്പിറ്റലിൽ അവർ തന്നെ മെഡിസിൻസ് നിർമ്മിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവർക്ക് അതിന് റിസർച്ച് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാവും, റിസർച്ച് ഒക്കെ ഉണ്ടാവും. അതാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. അപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ ഫാർമസി പഠിപ്പിക്കുന്ന ഹോസ്പിറ്റലൊക്കെ ഇല്ലേ, ഓൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. Next, a hospital pharmacy is governed by a professionally efficient and a qualified pharmacist. ഇപ്പൊ നമ്മുടെ ഫാർമസിയിലൊക്കെ നിർത്തിയിരിക്കുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? ക്വാളിഫൈഡ് ആയിരിക്കും, ഒന്നിലെ ബി ഫാമോ അല്ലെങ്കിൽ ഡി ഫാമോ അല്ലെങ്കിൽ ഫാർമസി അങ്ങനത്തെ കോഴ്സുകൾ പഠിച്ച പ്രൊഫഷണലായിരിക്കും അവിടെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി പറയാം മാം, ആ പോയിന്റ് ഒന്നുകൂടെ പറയുമോ? It is also related to education and research in pharmaceutical service. ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളിലെ സേവനങ്ങളിലെ വിദ്യാഭ്യാസവും ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി. കൂടാതെ ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കും? ഗവൺമെന്റ് പ്രൊഫഷണൽസ് ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ ഇനി എന്തെങ്കിലും? ഇല്ല മാം. Okay. Next, hospital pharmacists are accountable for the ordering, quality testing, and storing and security of drugs and medicines in hospitals. ഫാർമസിയിലെ ഫാർമസിസ്റ്റ് എന്തൊക്കെ ചെയ്യണം? മരുന്നുകളുടെ ഓർഡറിങ്, ഏതൊക്കെ മരുന്നുകളുടെ കുറവുണ്ട്, ഏതൊക്കെ ഇനി അവര് വരുത്തിക്കണം, അവർക്ക് പുതുതായി എന്തൊക്കെ മരുന്നുകൾ വേണം, അതിന്റെയൊക്കെ ഓർഡറിങ് വേണം. ക്വാളിറ്റി ടെസ്റ്റിംഗ്, അത് മാത്രം മതിയോ? ഒരു മരുന്നിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കണ്ടേ? വെറുതെ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകളൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസിന് ബുദ്ധിമുട്ടല്ലേ? അതെ. അപ്പൊ ക്വാളിറ്റി വേണം. പിന്നെ ശരിയായ രീതിയിൽ അവർ സ്റ്റോർ ചെയ്യണം. അവിടെ ഇവിടെ മരുന്നുകൾ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ രോഗികൾ വന്നിരിക്കുമ്പോ പെട്ടെന്ന് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ സ്റ്റോറേജ് ശരിയായ രീതിയിലായിരിക്കണം. കൂടാതെ മരുന്നുകളുടെ സെക്യൂരിറ്റി, സുരക്ഷ ഉറപ്പാക്കണം. മനസ്സിലായ? ആ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന്? ഓർഡറിങ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, സ്റ്റോറിങ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ്.
ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ മാഡം. ഇല്ല മാം ഇതൊരു ഓക്കെ ആണ്. Okay. They must also make sure an adequate supply of medicines. എന്താണ് പിന്നെ? They must also make sure an adequate supply of medicines. അറിയാമോ ആർക്കെങ്കിലും അതൊന്ന്? മെഡിസിൻ സപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യത്തിന് മെഡിസിൻ ഉണ്ടോന്ന് ഉറപ്പുവരുത്തണം. ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? ആവശ്യത്തിന് അവരത് ഉറപ്പുവരുത്തണം, ക്വാളിറ്റി ടെസ്റ്റിംഗ് വേണം, ഓഡിറ്റിംഗ് വേണം, പിന്നെ മരുന്നിന്റെ ടെസ്റ്റിംഗ് വേണം, ഓർഡറിങ് എടുക്കണം, ക്വാളിറ്റി വേണം, എല്ലാം നടത്തിയിട്ടുണ്ടോ എന്നുള്ള സ്റ്റോറേജ് ഉറപ്പ് വേണം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് പറയാമോ ഞാൻ പറഞ്ഞ പോയിന്റുകളൊന്ന്? ഹലോ, Hospital pharmacy is one of the most important. നിങ്ങൾക്ക് ആ നോട്ട്സ് PDF തന്നെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതി. അപ്പൊ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ആയിട്ട് പറയണമെങ്കിൽ പറഞ്ഞു തരാൻ ചെയ്യാലോ. ഹോസ്പിറ്റൽ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫാർമസി എന്നുള്ളത്. അതുപോലെ ഫാർമസിയിലെ മാനുഫാക്ചറിങ് ചെയ്യുന്നിടമുണ്ട്, സ്വന്തമായിട്ട് നടത്തുന്നതുണ്ട്. അതുപോലെ സ്റ്റോറേജ്, കമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, പിന്നെ ടെസ്റ്റിംഗ്, പാക്കേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ഇതൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഫാർമസി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് വേണം. പ്രൊഫഷണൽ ആയിട്ടുള്ളവരായിരിക്കും. പഠിച്ച ഇപ്പം B.Pharm M.Pharm ഒക്കെ പഠിച്ച ആൾക്കാരായിരിക്കും, കഴിവുള്ളവരായിരിക്കും ആ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. പിന്നെ മെഡിസിൻസിന്റെ ഓർഡറിങ്, ക്വാളിറ്റി ടെസ്റ്റിങ്, സ്റ്റോറിങ്, സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ഇതൊക്കെ പിന്നെ നല്ല രീതിയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യണം. പിന്നെ മരുന്നുകളുടെ ശരിയായ ലഭ്യത. ആവശ്യത്തിനുള്ള മരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു. ഹലോ, മരുന്നുകളുടെ ശരിയായ ലഭ്യതയൊക്കെ അവർ ഉറപ്പുവരുത്തണം. ഓക്കെ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എടുക്കാലോ. ഓക്കെ മാം, എടുക്കാം. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ, ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്തൊക്കെയാണ് ആ ഒരു ഫാർമസി കൊണ്ട് ആ ഒരു ഡിമാൻഡ് ചെയ്യുന്നത്? അതാണ് അതിൽ പറഞ്ഞത്. പ്രൊവിഷനിങ്, പർച്ചേസിങ്, റിസീവിങ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ലഭ്യത ഉണ്ടായിരിക്കണം, പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ മരുന്ന്? അവരത് റിസീവും കൂടെ ചെയ്യണ്ടേ? അപ്പൊ പ്രൊവിഷനിങ്, പർച്ചേസിങ്, റിസീവിങ്, പിന്നെ എന്ത് വേണം? ഇൻസ്പെക്ഷൻ. ഓരോ മരുന്നുകളും ഉണ്ടോ, എന്തൊക്കെ അളവിലുണ്ട്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ ആയിട്ട് മരുന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പിന്നെ ക്വാളിറ്റി ടെസ്റ്റ്. നല്ല മരുന്നാണോ, ഫേക്ക് ആണോ, അതായത് ക്വാളിറ്റി, ഒരു മരുന്നിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അത് ചെയ്യണം. പിന്നെ സ്റ്റോറേജ്, മരുന്നുകള് നല്ല രീതിയിൽ സ്റ്റോറേജ് ചെയ്യണം. പിന്നെ കൂടാതെ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് കൂടെ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മനസ്സിലായോ ഒരു ഫാർമസി കൊണ്ടുള്ള ഡിമാൻഡ്സ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന്? യെസ് മാം, മനസ്സിലായി. മരുന്നുകളുടെ ലഭ്യത ഉണ്ടായിരിക്കണം. അതുപോലെ പർച്ചേസിങ്, റിസീവിങ്, മരുന്നുകൾ ഉണ്ടോ എന്നുള്ള ഇൻസ്പെക്ഷൻസ്, അതുപോലെ അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അത് സ്റ്റോറേജും ഡിസ്ട്രിബ്യൂഷനും ഉണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. പിന്നെന്താ നെക്സ്റ്റ്? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. വെറുതെ കുറെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് മരുന്ന് മേടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. വിശ്വാസയോഗ്യരായ വിതരണക്കാരായിരിക്കും.
പോയിന്റ് ഒന്നുകൂടി പറയാമോ? എന്താണ്? വോയിസ് ക്ലിയർ ആവുന്നില്ല. വിശ്വാസയോഗ്യരായ വിതരണക്കാരായിരിക്കണം. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു സപ്ലയേഴ്സിന്. അവർ കറക്റ്റ് ടൈമിന് മരുന്ന് കൊണ്ടുവന്ന് തരും. അവർ കൊണ്ടുവരുന്ന മരുന്നുകൾ എന്താണ്? ക്വാളിറ്റി ഉള്ള മരുന്നുകളാണ്. അങ്ങനെ വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സ് ആയിരിക്കണം. വോയിസ് ക്ലിയർ ആവുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ നോട്ട്സ് പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ കേട്ടോ. നോട്ട്സ് ക്ലിയർ വോയിസ് ക്ലിയർ ആവുന്നത്. നോട്ട്സ് ഉണ്ട്. നോട്ട്സ് കാണുന്നുണ്ടല്ലോ. നോട്ട്സ് പോയിട്ടില്ല. നോട്ട്സ് പിൻ ചെയ്ത് വെക്കാൻ നോട്ട്സ് പോയിട്ടില്ല. അത് മാമിന്റെ പ്രശ്നമാവില്ല, നമ്മളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? സ്ക്രീനിൽ അതെ, നോട്ട്സ് പോണത് നമ്മളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലാതെ മാമിന്റെ അല്ല. മാമിന്റെ പ്രശ്നമല്ല. നമുക്ക് നെറ്റ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് നോട്ട്സും കാണില്ല, വോയിസും ക്ലിയർ ആയിട്ട് കേൾക്കില്ല. ആർക്കും കിട്ടുന്നില്ല നോട്ട്? വോയിസ് ക്ലിയർ ആണ്. ഉണ്ടായിരിക്കാം ചിലപ്പോ. ശരിയാണ്. ക്ലിയർ ആണ്. നോട്ടുണ്ട്. നോട്ട് ക്ലിയർ ആണ്. വോയിസും ക്ലിയർ ആണ്. എന്താണ് നെക്സ്റ്റ്? ഇപ്പൊ പറഞ്ഞതാണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. വിശ്വാസയോഗ്യരായ വിതരണക്കാരായിരിക്കണം. നെക്സ്റ്റ്, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻസ്. നമുക്ക് ആവശ്യമായ മെഡിസിൻസിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം. അതൊക്കെ ആ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് പല സെക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാർഡിയോളജി, ഓർത്തോ, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റും വ്യത്യസ്ത മരുന്നുകളല്ലേ, മെഡിസിൻസ് അല്ലേ ആവശ്യമായത്. അപ്പൊ അവർക്കെല്ലാം ആവശ്യമായ മരുന്നുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. അതാണ് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻസ്. മനസ്സിലായോ? അടുത്തത് എടുക്കാം. കീപ്പിംഗ് ഇൻഫോർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. അവര് ക്വാളിറ്റിയുടെ കോസ്റ്റ്, അതായത് കോസ്റ്റിന്റെ, പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, എവിടെ നിന്നാണ് മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്നുള്ള സോഴ്സ്, പിന്നെ ഡ്രഗ് റിയാക്ഷൻ. ഇപ്പൊ ചില മെഡിസിൻസ് കഴിച്ചാൽ ചിലർക്ക് റിയാക്ഷൻസ് ഉണ്ടാവില്ല. ചിലർക്ക് കടിച്ചു പൊന്ത, ചിലർക്ക് ചൊറിച്ചില്, ചിലർക്ക് വോമിറ്റിങ്, അങ്ങനത്തെ ചില റിയാക്ഷൻസ് ഉണ്ടാവും ചില മരുന്നുകൾക്ക്. അപ്പൊ അതിന്റെയൊക്കെ ഇൻഫർമേഷൻ ഈ ഫാർമസിയിൽ സൂക്ഷിക്കണം. കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, ആ മരുന്നിന്റെ ക്വാളിറ്റി, കോസ്റ്റ്, വില, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. മനസ്സിലായത്? മനസ്സിലായി. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഹോസ്പിറ്റലിൽ അവർ തന്നെ മെഡിസിൻസ് നിർമ്മിക്കുകയൊക്കെ ചെയ്യും, മാനുഫാക്ചർ ചെയ്യും. അപ്പൊ അതിന്റെ മാനുഫാക്ചർഡ് പ്രോഡക്റ്റിന്റെ, പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ ഒക്കെ ക്വാളിറ്റി കൺട്രോൾ ഉണ്ടായിരുന്നു. ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ക്വാളിറ്റി നോക്കിയിട്ടുണ്ടാവണം. നമ്മ ആദ്യം തന്നെ പറഞ്ഞു ഫാർമസിയുടെ ഇതില് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. അതല്ല, അതാണ് ഇവിടെ ഒന്നുകൂടി പറഞ്ഞേക്കാണ്. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രോഡക്ട്സ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ആയാലും നമ്മൾ നിർമ്മിക്കുന്ന മെഡിസിൻസിന്റെ ആയാലും ക്വാളിറ്റി ഉണ്ടായിരിക്കും, ടെസ്റ്റ് ചെയ്തിരിക്കണം എന്ന്. ഓക്കെ, അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദി വാർഡ്സ്. പറഞ്ഞല്ലോ, അതൊക്കെ എല്ലാം അറിയാലോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദി വാർഡ്. എന്താണ്? വാർഡുകളില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ് എന്ന് വെച്ചാല്, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലില് നമ്മൾ സാധാരണ ചെക്കപ്പിനൊക്കെ വരുന്ന പേഷ്യൻസ് ഇല്ലേ,
എന്തെങ്കിലും അസുഖം ഉണ്ടോ അങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ പറയുന്നത് ഔട്ട് പേഷ്യൻസ്. ക്ലിയർ ആയോ? അവർക്കുള്ള മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ചിലവരെന്താണ് ഇൻപേഷ്യന്റും ഉണ്ട് ഔട്ട് പേഷ്യന്റും ഉണ്ട്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യൻസിനൊക്കെ പറയുന്നതാണ് ഔട്ട് പേഷ്യന്റ് എന്ന്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇപ്പൊ അവിടെ സർജറി കഴിഞ്ഞ് അഡ്മിറ്റ് ചെയ്യാം, എമർജൻസിയിൽ വന്ന് അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ അഡ്മിഷന് ശേഷമുള്ള രോഗികളെ പറയാനാണ് ഇൻപേഷ്യന്റ്. മനസ്സിലായില്ലേ? ഇതിൽ പറഞ്ഞേക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിനുള്ള മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് നമുക്ക് മെഡിസിൻസിന്റെ കിട്ടുന്നതിന്റെ സോഴ്സ് ഉറവിടം എവിടെ നിന്നാണെന്നുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിന് ആവശ്യമായ മെഡിസിൻസ് ലഭിക്കുന്ന സോഴ്സ് ഏതാണെന്നുള്ളത്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. പറയാമോ ആർക്കെങ്കിലും? മെഡിസിന്റെ ഉപയോഗത്തിന്റെ പഠനം. Center for Drug Utilization Studies. Next, bring easy practice recommendation of the Pharmacy and Therapeutic Committee. Bring in easy lada. Bring in easy la. Bring in practice recommendation of the Pharmacy and Therapeutic Committee. ഫാർമസിയുടെയും ചികിത്സാ സമിതി, അതായത് ചികിത്സിക്കുന്ന സമിതിയുടെയും റെക്കമെൻഡേഷനും പ്രാക്ടീസും പ്രായോഗികമായി കൊണ്ടുവരിക. ഫാർമസിയിലും പിന്നെ ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്ന ഭാഗങ്ങളില്ലേ, ഇപ്പൊ ഡോക്ടേഴ്സിന്റെ ഇപ്പൊ വാർഡില് റൂമിൽ അങ്ങനെയൊക്കെ സെക്ഷൻ ഇല്ലേ, അവര് തമ്മിലുള്ള പ്രാക്ടീസും റെക്കമെൻഡേഷനും നല്ല രീതിയിൽ കൊണ്ടുവരാം. പിന്നെ പേഷ്യന്റ് കൗൺസിലിംഗ്, പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനെ കുറിച്ചായിരിക്കും അവർ കൗൺസിലിംഗ് കൊടുക്കുക? പേഷ്യൻസിന് ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം, എത്ര അളവിൽ ഉപയോഗിക്കണം, അങ്ങനെ അതിനെ കുറിച്ചൊരു കൗൺസിലിംഗ് കൊടുക്കുക. പിന്നെ ലൈസൻസ് ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. ലൈസൻ എന്ന് പറഞ്ഞാൽ ബന്ധം. ഓക്കെ. മെഡിക്കലും നഴ്സിംഗും പേഷ്യന്റും തമ്മിലുള്ള ഒരു റിലേഷൻ, ഒരു ബന്ധം കീപ്പ് ചെയ്യുക, നിലനിർത്തുക. ഓക്കെ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒരു 3 പോയിന്റ് വായിച്ചേ. ഹലോ, അറിയില്ല? പേര് പറഞ്ഞപ്പോ അവര് വായിച്ചു. Forecast of demand, provisioning, purchasing, receiving, inspections, quality test, storage and distribution, selection of trustworthy suppliers. വിശ്വാസയോഗ്യരായ വിതരണക്കാരുടെ കയ്യിൽ നിന്ന് മെഡിസിൻസ് വാങ്ങിക്കണം, നോക്കണം, സെലക്ട് ചെയ്യുക. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി നീഡഡ് മെഡിസിൻസ്. നമുക്ക് ആവശ്യമായ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഹോസ്പിറ്റലിൽ. അപ്പം പല ഡിപ്പാർട്ട്മെന്റിൽ ഇതുള്ള രോഗമുള്ളവർക്കും പലതരം മെഡിസിൻസ് ആണ് വേണ്ടത്. അത് ആവശ്യമായ രീതിയിൽ മെഡിസിൻസ് ലഭ്യത, മെഡിസിൻസിന്റെ ലഭ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, source of supply, drug reaction, quality control of purchased or manufacturing products, distribution of medicines in the വാർഡിലൊക്കെ മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്തോ keeping information on quality, cost, source of supply, drug reaction.
ഓരോ മരുന്നുകളുടെ ക്വാളിറ്റിയും കോസ്റ്റും അതിന്റെ സോഴ്സും അതിന്റെ റിയാക്ഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കണം. Information. Okay, next. Distribution of quality control മെഡിസിനിന്റെ വാർഡുകളിലേക്കുള്ള മരുന്നിന്റെ വാർഡുകളിലേക്കുള്ള മെഡിസിൻസ് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ വിതരണം നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിനായിട്ടുള്ള അതുപോലെ തന്നെ മരുന്നുകൾ അതുപോലെ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സിംഗ് ഹോസ്പിറ്റലിലേക്ക് മെഡിസിൻസ് എവിടെ നിന്നാണ് ലഭ്യമാക്കുന്നതിന്റെ സോഴ്സ് ഏത് സോഴ്സ് വഴിയാണ് ലഭ്യമാക്കുന്നതിന് ഉറപ്പുവരുത്തണം. ഓക്കെ. സെന്റർ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് മരുന്നുകളെ പറ്റിയുള്ള ഒരു പഠനം മെഡിസിൻസിന്റെ ആ ഒരു പഠനം ഇതായിരിക്കണം. അതുപോലെ തന്നെ bring in its practice recommendation bring in practice recommendation of the pharmacy and therapeutic committee. പേഷ്യൻസിന് കൗൺസിലിംഗ് കിട്ടിയില്ലായിരുന്നു. പിന്നെ അടുത്തത് പേഷ്യൻസ് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം മരുന്നുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് എത്ര ഇത് കഴിക്കണം, അതുപോലെ രോഗത്തെ പറ്റിയും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ പേഷ്യൻസ് കൗൺസിലിംഗ്. പ്രായോഗികമായ രീതിയിൽ കൊണ്ടുവരാം. എനിക്ക് ബ്രിങ്ങിങ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻ അതിന്റെ ഒന്ന് പറയാമോ? ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യൻസും മെഡിക്കലും ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്, അത് നഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഒരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം ഉറപ്പുവരുത്തും. ബന്ധം സൂക്ഷിക്കുക. മാം അതിന് മുൻപിലത്തെ അതിന്റെ ഒന്ന് പറയാമോ? ബ്രിങ്ങിങ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി, അതിന്റെ എന്തായിരുന്നു? ഓക്കെ. ചികിത്സാ സമിതിയുടെയും ഫാർമസിയുടെയും ഒരു റെക്കമെൻഡേഷനും പ്രാക്ടീസും പ്രായോഗികമായി കൊണ്ടുവരും. ഇവ തമ്മിൽ ഒരു റിലേഷൻ വേണമെന്ന്. ഇപ്പൊ ഫാർമസി ചികിത്സാ സമിതിയിൽ ഏതൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയാ അവർ തമ്മിലൊരു കോർഡിനേഷൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എടുക്കാമോ? എടുത്തോളൂ മാം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് മാം സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട് മാഡം. കാണാൻ പറ്റുന്നു. നെറ്റിന്റെ പ്രശ്നം കാണുന്നുണ്ടായിരിക്കും ചിലപ്പോ. നെറ്റ് സ്ലോ ആയതാണ്. ഒബ്ജക്റ്റീവ് ഓഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാമോ? എന്തെങ്കിലും ഉദ്ദേശം? ഇപ്പൊ നോട്ട്സ് നോക്കണമെന്നില്ല, ആർക്കെങ്കിലും എന്തൊക്കെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഉദ്ദേശിക്കുന്നത് പറയാമോ? കറക്റ്റ് ടൈമിൽ കറക്റ്റ് മെഡിസിൻസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പോസിബിൾ കോസ്റ്റ് മിനിമം കോസ്റ്റില് കുറഞ്ഞ പൈസക്ക്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡ്രഗ് യൂട്ടിലൈസേഷന്റെ ഒരു സോഴ്സ് ആവുക. ഇൻഫർമേഷൻ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷന്റെ ഒരു സോഴ്സ്. പറയട്ടെ എന്നാ? ആരൊന്നും പറയുന്നില്ലല്ലോ, പറയട്ടെ. പറഞ്ഞോളൂ മാം. To make sure that the availability of right medication at the right time in the right dose at the minimum cost.
സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവില് ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. ഇപ്പൊ ഒരുപാട് പൈസക്കാണ് ആ മരുന്ന് അവിടെ നിന്ന് നമുക്ക് ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മ അത് മേടിക്കാൻ തയ്യാറാകുമോ? പുറത്ത് നമുക്ക് അധികം പൈസ കുറവിന് കിട്ടും, നമ്മ എന്ത് ചെയ്യും? ചിട്ടയിട്ട് വാങ്ങിക്കും, അല്ലേ? ഏറ്റവും കുറഞ്ഞ ചിലവില് ശരിയായ അളവില് ശരിയായ സമയത്ത് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. പിന്നെ to professionalize the operation of pharmaceutical services in a hospitals. ഹോസ്പിറ്റലിലെ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രൊഫഷണലൈസ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ചെന്നൊരു ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ ചെന്ന് മരുന്ന് നിൽക്കുക, ക്യൂ നിൽക്കുക. അപ്പൊ ഒരാൾ വന്നിട്ട് പറയാ അപ്പുറത്തെ പറയാം ഇപ്പുറം ചെല്ലില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരില്ലേ? സ്വാഭാവികമായിട്ടും ദേഷ്യം വരില്ലേ? വരും. അപ്പൊ അത് ഒരു പ്രൊഫഷണലൈസ് ആയിട്ട് നമുക്ക് ഓരോന്നിനും ഇപ്പൊ മിക്ക ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കറിയാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫാർമസിയിൽ ചെന്നാലുണ്ടോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ടോക്കൺ എടുക്കാം. കണ്ടിട്ടുണ്ടോ ആ സിസ്റ്റം? ആദ്യം നമ്മൾ ടോക്കൺ എടുക്കും, പിന്നെ വെയിറ്റ് ചെയ്യും, പിന്നെ നമ്മളെ പേര് വിളിക്കും, അപ്പൊ നമ്മൾ ചെല്ലും. അപ്പൊ ഇത്ര രൂപയായെന്ന് പറയും, അതടക്ക. അതിന് പിന്നെ നമുക്ക് മെഡിസിൻസ് തരാൻ വേണ്ടി പേര് അല്ലേ? അതാണ് to professionalize the operation of pharmaceutical service in a hospital എന്നുകൊണ്ട് ഉദ്ദേശിക്കുക ഒരു പ്രൊഫഷണലൈസ് രീതിയിലാക്കാം. ഹോസ്പിറ്റൽ ഒന്നും കൂടി പറഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് to professionalize the operation of pharmaceutical services in a hospital. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ പ്രവർത്തനങ്ങള് ഒരു പ്രൊഫഷണലൈസ് ആയിട്ട് ഇപ്പൊ ഒരു അടുക്കും ചിട്ടയില്ലാതെ അങ്ങനെയൊന്നും ആയിരിക്കരുത്. നല്ലൊരു ചിട്ട വേണമെന്ന്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. Next, to act as a counseling department for medical staff, nurses, and for patient on the use of drug, possible after effects, toxicity, hostile effect, drug interaction or interaction, etc. ആർക്കൊക്കെ? മെഡിക്കൽ സ്റ്റാഫിന്, നഴ്സുമാർക്ക്, രോഗികൾക്ക് എന്നിവർക്ക് മരുന്നുകളുടെ ഉപയോഗം. അത് മരുന്നുകളുടെ ഉപയോഗം. പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്. ഇപ്പൊ ആ മരുന്ന് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും അനന്തര ഫലങ്ങളുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ? ആഫ്റ്റർ ഇഫക്ട്. പിന്നെ ടോക്സിസിറ്റി, വിഷാംശം. ചില മരുന്നുകൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കില്ല. ഹലോ, നമുക്കത് ആ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് ബെറ്റർ ആയിരിക്കില്ല, ബാഡ് എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് ടോക്സിസിറ്റി, എന്തെങ്കിലും വിഷാംശം അങ്ങനെയുള്ളത്. പിന്നെ ഹോസ്റ്റൈൽ ഇഫക്ട് ഡ്രഗ്. ചില മരുന്നുകള് നമ്മുടെ മാർക്കറ്റിംഗിൽ തന്നെ നിരോധിച്ച മരുന്നുകളുണ്ട്, എതിർപ്പുള്ള മരുന്ന്. ചില മരുന്നുകൾ ഉപയോഗിക്കരുത്, അങ്ങനെയൊക്കെ. അതാണ് ഹോസ്റ്റൈൽ ഇഫക്ട് ഡ്രഗ്. അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇന്ററാക്ഷൻ, ഒരു അവയർനെസ് ഈ സ്റ്റാഫിന്, മെഡിക്കൽ സ്റ്റാഫിനും നഴ്സുമാർക്കും രോഗികൾക്ക് ഇടയിൽ ഒരു കൗൺസിലിംഗ് പോലെ നിൽക്കണം ഫാർമസി. ഇതിനെ കുറിച്ചാണ് മരുന്നുകളുടെ ഉപയോഗം, ആഫ്റ്റർ ഇഫക്റ്റ്, ടോക്സിസിറ്റി, അനന്തരഫലങ്ങൾ, വിഷാംശം, ചില മരുന്നുകൾ മാർക്കറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നേഴ്സിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും രോഗികൾക്കും ഉണ്ടായിരിക്കണം. അതിനെ കുറിച്ചുള്ള ഒരു കൗൺസിലിംഗ് പോലെ പ്രവർത്തിക്കണം ഫാർമസി. ഓക്കെ മാം. Okay. Next, to act as a source of information on. Next എടുക്കാമോ? എടുത്തോ മാം. എടുത്തോ. ഓക്കെ.
to act as a source of information on drug utilization. നമ്മുടെ മരുന്ന് അതിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു ഉറവിടമായിരിക്കും, ഒരു സോഴ്സ് ആയിരിക്കണം. പിന്നെ ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചില ഹോസ്പിറ്റലുകളില് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും ആ മെഡിസിൻസ് ഉണ്ടാക്കുന്നത്? റിസർച്ചുകളൊക്കെ നടത്തിയിട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള റിസർച്ചുകളുടെ ഒരു ഭാഗമായിരിക്കും ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്സ്. നെക്സ്റ്റ് എടുക്കാലോ? ഒന്നുകൂടി പറയാമോ? To take part in research projects. ഗവേഷണ പദ്ധതികളിലെ ഒരു ഭാഗമായിരിക്കണം ഫാർമസി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, ചില ഹോസ്പിറ്റലുകളില് മെഡിസിൻസ് ഒക്കെ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ മെഡിസിൻസ് അവർ എങ്ങനെയായിരിക്കും? അവർ റിസർച്ചുകളൊക്കെ നടത്തിയിട്ടായിരിക്കില്ലേ? പെട്ടെന്ന് ഒരു മരുന്ന് കണ്ടുപിടിക്കണോ ചെയ്യാ? നടത്തിയിട്ടായിരിക്കും ചെയ്യാം. അപ്പൊ ആ റിസർച്ചുകളുടെ ഒരു ഭാഗമായിരിക്കണം ഫാർമസി. ഓക്കെ, അടുത്തത് ടു ബ്രിങ് ഇൻടു പ്രാക്ടീസ് ഡിസിഷൻ ഓഫ് ദി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു ഫങ്ഷൻസിൽ പറഞ്ഞ തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും. എന്താണ് ആരൊന്നും പറയാത്തെ? പറഞ്ഞിരുന്നു. അതന്നെ ഇവിടെ ഒന്നുകൂടി പറഞ്ഞേക്കുന്ന അവര് ഒരു സഹകരണം ഫാർമസികളും കോർഡിനേഷനും സഹകരണവും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉണ്ടായിരിക്കണം. ഇതില് ഫാർമസിയുടെ തെറാപ്പി കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ, ഡിസിഷൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. ഹലോ കേൾക്കുന്നുണ്ട്. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും തീരുമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണെന്ന്. ഓക്കെ, അവരുടെ ഒന്നുകൂടി പറഞ്ഞേ. തീരുമാനങ്ങൾ decisions of the pharmacy and the therapeutics committee. ചികിത്സാ സമിതിയുടെയും ഫാർമസിയുടെയും ഡിസിഷൻസ്, തീരുമാനങ്ങള് അവർക്ക് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാർമസി. ഓക്കെ, next is to coordinate and cooperate with other department of the hospitals. ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഏകോപനവും കോർഡിനേഷനും സഹകരണവും കൊണ്ടുവരാം. അതും ഫാർമസി കൊണ്ടുള്ള ഒരു ഉദ്ദേശമാണെന്ന്. പിന്നെ നെക്സ്റ്റ്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദി ഹോസ്പിറ്റൽസ്. എന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലിനെ അവര് നിർമ്മിക്കുന്ന, അതായത് സ്ഥാപിത നിയമങ്ങൾ ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട് അവരുടേതായ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇന്നത് ചെയ്യാൻ പാടില്ല, പോളിസീസ് ഉണ്ടാവും ഇല്ലേ? നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഫാർമസിയിലെ പോളിസി നടപടികള് ഡിസൈൻ ചെയ്യുക, അതായത് രൂപകൽപ്പന ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യുക, എന്നിട്ട് അത് നടപ്പിലാക്കാം. അതാണ് ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായി ഫാർമസിയിലെ പോളിസി നിയമങ്ങൾ നിർമ്മിക്കുക, നടപ്പിലാക്കുക, ഓർഗനൈസ് ചെയ്യുക. മനസ്സിലായോ?
ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാമോ മാം? ഒന്നുകൂടെ ഒന്നുകൂടെ പറയണോ? അതെ. To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. ഒരു ഹോസ്പിറ്റലില് നിർമ്മിക്കുന്ന സമയത്ത് അവർ പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ? അതിനനുസൃതമായിട്ട് വേണം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ പോളിസീസ് രൂപകൽപ്പന ചെയ്യാനും നടപ്പിലാക്കാനും ഒക്കെ. അതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് എടുക്കാനോ? റൂൾസിനനുസരിച്ച് ഫാർമസിയുടെ പോളിസികൾ നടപ്പിലാക്കണം. നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരു ഹോസ്പിറ്റൽ ഫാർമസി എവിടെ നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം, അതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ എവിടെ സ്ഥിതി ചെയ്യുന്ന ഹോസ്പിറ്റൽ ഫാർമസി ഒന്നെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം, അതല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. OP pharmacy should have a grand appearance and must have enough space. Patients who should wait for medicines. OPDs. Hello, Donna. Hello. OPD's waiting room should give a professional look. There should be educative posters on health and hygiene and literature for reading. നമ്മ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഫാർമസിയുടെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്ന് അറിയാമോ? മാം ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നൊന്നും കൂടെ പറഞ്ഞാൽ. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അതെവിടെ നിർമ്മിക്കണം, എങ്ങനെ നിർമ്മിക്കണം, അതായത് മിസ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. മിസ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. പ്രശ്നമുണ്ടോ? ഇല്ല. ടൈമിൽ അങ്ങനെ പോകുന്നുണ്ട്. ഇത് പ്രോബ്ലം ആയിരിക്കും ചിലപ്പോ. എല്ലാവർക്കും ഉണ്ടല്ലോ, മെസ്സേജ് വന്നിട്ടല്ലോ. മാം അത് അവിടുത്തെ റേഞ്ച്. മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അത് നെറ്റ് പ്രോബ്ലം ആയിരിക്കും മാഡം. നമുക്കൊന്നുമില്ല. നമുക്കൊന്നുമില്ല മാഡം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. നമുക്കൊന്നുമില്ല. മ്യൂട്ട് ചെയ്താ ഇപ്പൊ ഉണ്ടോ പ്രശ്നം? മെസ്സേജ് അയച്ചാൽ മതി. വിസ്മയ മെസ്സേജ് അയച്ചേ. പ്രശ്നം ഉണ്ടെന്നോ പ്രശ്നമില്ലാന്നോ? പുരിയല്ലോ, എടുക്കാലോ. OP ഫാം ഒരാളൊന്ന് മ്യൂട്ട് മാറ്റിയിട്ട് ഒന്ന് പറഞ്ഞേ. നമ്മ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ ഫാർമസി എങ്ങനെയായിരിക്കും ഇരിക്കുക? നമ്മളൊരു കാഴ്ച നമ്മ ചെന്ന് കണ്ട ഇത് വെച്ച് ഒന്ന് പറഞ്ഞേ. അവിടെ ഫ്ലോറിലായിരിക്കും ചെയ്യാനുള്ള സ്പേസ് വേണം. അതായത് പേഷ്യൻസിന് ഇരിക്കാനുള്ള നല്ല സ്പേസ് വേണം. ഇടുങ്ങിയതൊക്കെ നമുക്ക് തന്നെ ദേഷ്യം വരില്ലേ? ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമ്മൾ തിങ്ങിയൊക്കെ ഇരിക്കുമ്പോ, മരുന്നിന് വേണ്ടി കാത്തിരിക്കുമ്പോ ഇല്ലേ? പിന്നെ എന്ത് വേണം? ക്ലീൻ ആയിരിക്കണം, ഹൈജീൻ ആയിരിക്കണം, ആയിരിക്കണം. എന്റെ പിന്നെ എന്ത് വേണം? എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്. എന്തിനെ കുറിച്ചുള്ള എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ആയിരിക്കണം? ഹെൽത്തിനെ കുറിച്ചുള്ള, ആരോഗ്യത്തെ കുറിച്ചുള്ള
എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഹെൽത്ത് ജേണൽസ്, ഹലോ ഹെൽത്ത് ജേണൽസ് ഒക്കെ ജേണൽസ് ഒക്കെ അത് പറഞ്ഞത്. ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്, നമുക്ക് വായിക്കാനുള്ള എന്തെങ്കിലും ലിറ്ററേച്ചർ പുസ്തകങ്ങളോ മാഗസിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അതാ പറഞ്ഞിരിക്കണം. OP pharmacy should have a grand appearance, നല്ല ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. And must have enough space patient who എല്ലാവരും മ്യൂട്ട് ചെയ്തോട്ടോ. And must have enough space patients who should wait for medicines. OPD's waiting room should give a professional look. OPD outpatient department വെയിറ്റിംഗ് റൂം എന്തായിരിക്കണം? ഒരു പ്രൊഫഷണൽ ലുക്ക്, അതായത് നല്ല ഭംഗി ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ ലുക്കിലായിരിക്കണം. There should be educative posters on health and hygiene and literature for reading. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അടുത്തത്, suitable space must be given for regular manufacturing of stock solution, powder, ointment, etc. The manufacturing room should be near the pharmacy. സ്റ്റോക്ക് ലൈനിങ്, പൊടികള്, പിന്നെ ഓയിൻമെന്റ് എന്നിവയൊക്കെ സൂക്ഷിക്കാനായിട്ട് അനുയോജ്യമായ സ്ഥലം വേണമെന്നും. സ്റ്റോക്ക് ലൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കൂലേ, കെമിക്കൽസ് സൊല്യൂഷൻസ്, അതിനൊക്കെ പറയണതാണ് സ്റ്റോക്ക് ലൈനിങ്. സ്റ്റോക്ക് ലൈനിങ്, പിന്നെ പൊടികള്, ഓയിൻമെന്റ്സ് എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ സ്ഥലം നൽകാം. The manufacturing room should be near the pharmacy. അതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഹോസ്പിറ്റലുകളിൽ മാനുഫാക്ചറിങ് കൊണ്ട് ഉണ്ടാവുന്നു മെഡിസിൻസിന്. അതിന് ഉള്ള റൂം എവിടെയായിരിക്കണം? ഈ ഫാർമസിനോട് ചേർന്നായിരിക്കണം എന്നുണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? പിന്നെ നെക്സ്റ്റ്, ഓഫീസ് ഓഫ് ദ ചീഫ്. ചീഫിന്റെ ഓഫീസ് ഉണ്ടായിരിക്കാം ആ ഫാർമസിയില്. നമ്മൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. അപ്പൊ അതില് ആ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ്, ഏതൊക്കെ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് എന്താണ്? ഓഫീസ് ഓഫ് ദ ചീഫ്. ചീഫിന്റെ ഓഫീസ് ഉണ്ടായിരിക്കണം. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ, പാക്കേജിങ്ങും അത് ലേബൽ ചെയ്യാനായിട്ടുള്ള ഏരിയ ഉണ്ടായിരിക്കണം. പിന്നെ കോൾഡ് സ്റ്റോറേജ് ഏരിയ, ചില മെഡിസിൻസ് അതല്ലെങ്കിൽ ഇൻസുലിൻസ്, പിന്നെ നമ്മൾ ചെയ്യണ ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക്സ്, അതൊക്കെ എന്താണ്? ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ളതൊക്കെ എന്താ? കോൾഡ് സ്റ്റോറേജ് ആയിരിക്കും. നമ്മൾ ഫ്രിഡ്ജില് അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യേണ്ടതായിരിക്കും. അതിനുള്ള കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കാം. പിന്നെ റിസർച്ച് വിങ്, ഗവേഷണ വിഭാഗം ഉണ്ടായിരിക്കണം. ഫാർമസി സ്റ്റോർ റൂം, ഫാർമസിക്ക് എന്താണ്? ഒരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം, അവിടുത്തെ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള. പിന്നെ ലൈബ്രറി ഉണ്ടായിരിക്കാം. ഇതൊന്നും ഡൗട്ട് ഇല്ലല്ലോ, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? 10th അടുത്തത്, റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. റേഡിയോ ഐസോട്ടോപ്പിന്റെ സ്റ്റോറേജിനും അത് വിതരണത്തിനും ഒരു ഏരിയ ഉണ്ടായിരിക്കുന്നത്. റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാലേ ഒരു മൂലകത്തിന്റെ, ഇപ്പൊ നമുക്കറിയില്ലേ കാർബണ്, അങ്ങനെയൊക്കെ പറയില്ലേ, കേട്ടിട്ടില്ലേ? ഹലോ, അതിന്റെ റേഡിയോ ആക്ടിവിറ്റി പ്രകടമാകുന്ന ഐസോട്ടോപ്പുകളാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ നമ്മ കീമോ ചെയ്യൂലേ, ഈ ക്യാൻസർ പേഷ്യൻസിന് കീമോ, റേഡിയേഷൻസ്, പിന്നെ സ്കാനിങ് അങ്ങനെയൊക്കെ ചെയ്യൂലേ. അപ്പൊ നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അപ്പൊ അത് സ്റ്റോർ ചെയ്യാനും വിതരണം ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലം വേണത് ഫാർമസിയില്. An unsteady form of a chemical element that releases radiation since it breaks down and become more stable. ഒരു സ്ഥിരതയില്ലാത്ത കെമിക്കൽ എലമെന്റ് ഒന്നില്ലെങ്കിൽ റേഡിയേഷൻസ് റിലീസ് ചെയ്യും, അതല്ലെങ്കിൽ ആ മൂലകം വിഘടിച്ചിട്ട് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരമുള്ള ഒരു സ്ഥിരത കൈവരും. അതാണ് അതിൽ പറഞ്ഞേക്കണത്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. നെക്സ്റ്റ് ഭാഗമാണ് നിങ്ങൾക്ക് ഇതായിട്ടുള്ളത്. ഇൻ മെഡിസിൻ ദേ ആർ യൂസ്ഡ് ഇൻ ഇമാജിംഗ് ടെസ്റ്റ്
ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ് നമ്മ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ കീമോ ചെയ്യാൻ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാനാ അതല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യും. Next, all radioactive isotopes should be stored in a secure when they are not in use. നമ്മ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതെന്ത് സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക, സൂക്ഷിക്കുക. If they are stored in ഒന്നിൽ നമ്മ അത് ലബോറട്ടറി സ്റ്റോർ ചെയ്യുക, അതല്ലെങ്കിൽ ലബോറട്ടറിയിലാണ് നമ്മ അത് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ the lab must be locked when they are not used. നമ്മ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ലാബ് എന്ത് ചെയ്യണം? കൂട്ടിയിട്ടിരിക്കണം, ലോക്ക് ചെയ്തിരിക്കണം. If the isotope is stored in refrigerator or freezer or in a lab or hallway, the refrigerator or freezer must be locked. നമ്മ ഒന്നിൽ റെഫ്രിജറേറ്ററിലാണ് അല്ലെങ്കിൽ ഫ്രീസറിലാണ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അത് ലോക്ക് ചെയ്തിരിക്കുക. നമുക്ക് അറിയില്ലേ, ഈ കീമോ ചെയ്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് നമ്മ കൊച്ചു കുട്ടികളൊന്നും നമ്മ വിടാറില്ല കുറച്ച് ദിവസത്തേക്ക്. എന്താ പറയാ, അവിടെ റേഡിയേഷൻ അടിക്കുന്നു അറിയില്ലേ? അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ നമ്മ ഫാർമസിയിലെ ഒരു സെക്ഷനിലാണ് സൂക്ഷിക്കുന്നത്, ലാബില് അതല്ലെങ്കിൽ ലബോറട്ടറിയില് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സൂക്ഷിക്കുന്നത്, അതല്ലെങ്കിൽ അവരുടെ ഫ്രിഡ്ജില ഫ്രീസറില. അപ്പൊ അതെന്ത് ചെയ്യാം? ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ലോക്ക് ചെയ്തിടാം. അത്രേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ആദ്യം മുതലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, എത്ര എടുക്കുന്നുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എത്ര എടുത്തേല് ആക്കിക്കില്ല? ഇപ്പോഴത്തെയാണോ ഒന്നുകൂടി പറയണ്ടേ? ഒബ്ജക്റ്റീവ് ഒന്ന് പറഞ്ഞുതരുമോ? ഒബ്ജക്റ്റീവ്സാ കേട്ടോ, ഒരു മിനിറ്റ്. ഇപ്പൊ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകള് നമ്മ ഒന്നില്ല ലാബിലാണ് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ലാബ് നമ്മ യൂസ് ചെയ്യുന്ന ആ അപ്പൊ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ ലാബ് നമ്മ ലോക്ക് ചെയ്തിടാം. അതല്ലെങ്കിൽ ഈ റേഡിയോ ഐസോട്ടോപ്പ് നമ്മ ഫ്രീസറിലോ ഫ്രിഡ്ജിലാണോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ യൂസിങ് അല്ലെങ്കിൽ നമ്മ അത് പൂട്ടിയിടാണ്. അതല്ലെങ്കിൽ നമുക്ക് റേഡിയേഷനോ അതല്ലെങ്കിൽ ആ ഐസോട്ടോപ്പിന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ സ്റ്റേബിൾ ആവാനോ അതല്ലെങ്കിൽ റേഡിയേഷൻസ് റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഈ ഐസോട്ടോപ്പുകളിൽ നിന്ന് നമുക്ക് റേഡിയേഷൻ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഐസോട്ടോപ്പുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതെവിടെയാണോ സൂക്ഷിക്കുന്നത് അത് ലോക്ക് ചെയ്തിടാം. അത്രേ ഉള്ളൂ. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ലബോറട്ടറിയിലായിരിക്കും സൂക്ഷിക്കുക, അതല്ലെങ്കിൽ ഫ്രിഡ്ജിലായിരിക്കും, അതല്ലെങ്കിൽ ഫ്രീസറിലായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അത് കൂട്ടിയിടുക. അത്രേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആയോ? അത് ഒബ്ജക്റ്റീവ്സ് അല്ലേ പറയാൻ പറഞ്ഞേ? ഒബ്ജക്റ്റീവ്സ് എന്താണ്? നമ്മുടെ സാധ്യമായ ആദ്യത്തെ പോയിന്റ്സ്, സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവില് നമുക്ക് എന്താ മരുന്നുകളുടെ ലഭ്യത, അത് കുറഞ്ഞ ചിലവില് ശരിയായ സമയത്ത് ശരിയായ അളവില് ശരിയായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക. പിന്നെന്താണ്? ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ ഒരു പ്രൊഫഷണലൈസ് ആയിരിക്കണം, ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരിക്കണം. പിന്നെ മെഡിക്കൽ സ്റ്റാഫും നഴ്സും പേഷ്യന്റും തമ്മിലുള്ള ഈ മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകളെ കുറിച്ചും പിന്നെ അതിലെന്തെങ്കിലും വിഷാംശങ്ങളോ അതിലെന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ദോഷകരമായ എന്തെങ്കിലും കെമിക്കൽസ് ഉണ്ടോ എന്നതിനെ കുറിച്ചും പിന്നെ വിപണിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറെ മരുന്നുകളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചുള്ള ഒരു കൗൺസിലിംഗ് ഈ മെഡിക്കൽ സ്റ്റാഫിനും നഴ്സിനും പേഷ്യന്റിനും കൊടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള മരുന്നുകൾ നമുക്ക് കിട്ടുന്നതിന്റെ സോഴ്സ് അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ ഫാർമസിയിൽ നമുക്ക് മരുന്നുകൾ ലഭിക്കുന്നത് എവിടെ?
to act as a source of information on drug utilization. മരുന്നുകളുടെ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു ഉറവിടം ഉണ്ടായിരിക്കണം, ഉറവിടമായി പ്രവർത്തിക്കണം. നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കൂലേ, അതിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം എന്നവിടെ. ടുഡേ ഒരു റിസർച്ച് പ്രൊജക്ടിന്റെ ഭാഗമായി, ഒരു ഗവേഷണ പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിരിക്കും ഫാർമസി. To bring into practice decision of the pharmacy and therapeutic committee. ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ്. To coordinate and cooperate with other department of the hospital. ഹോസ്പിറ്റലിലെ മറ്റുള്ള വിഭാഗങ്ങളുമായിട്ട് ഒരു കോർഡിനേഷനും കോപ്പറേഷനും ഒക്കെ കൊണ്ടുവരാനാണ്. To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ഫാർമസിയിലെ പോളിസികൾ രൂപകൽപ്പന ചെയ്യുന്നതിനായിട്ട്. മനസ്സിലായ ഒബ്ജക്റ്റീവ്സ്? മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ? ഇല്ല മാം, ക്ലിയർ ആയി. ഇല്ല മാം, ഓക്കെ ആയി. ഇതുവരെ ക്ലിയർ ആണ്. ഇന്നിപ്പോ ഇത്ര എടുത്തോ. നമ്മ എന്തൊക്കെയാണ് ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ എടുത്ത്, ഫങ്ഷൻസ് എടുത്ത്, ഒബ്ജക്റ്റീവ്സ് എടുത്ത്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ എടുത്തു. ഓക്കെ, താങ്ക്സ്. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, miss. Thank you so much. Thank you, ma'am. Thank you, ma'am. അടുത്ത ക്ലാസ്സിൽ ഇത്ര പഠിക്കണായിട്ടില്ലേ? മാം അടുത്ത ക്ലാസ്സിൽ ഇത് ഇത്രയും പഠിച്ചുകൊണ്ട് വരണോ? അറിയില്ല. ചോദിക്കും ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതാണ് പോയിന്റ്സ് മാത്രം നോക്കിയാ പോരെ മാം? നോക്കിയാൽ മതി. മാം നോട്ട്സ് എഴുതാനുണ്ടോ? നോട്ട്സ് ഇല്ലേ? ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ലേ? ആ, എക്സാം ഒബ്ജക്റ്റീവ് ആണ്. നമുക്കിപ്പോ പറയുന്നത് അങ്ങനെയുള്ളതല്ലേ, ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും അല്ലേ. അപ്പൊ നമ്മളത് അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണമെങ്കിൽ നോട്ട്സ് ഞാൻ തരാം. എന്താ മിസ്, നോട്ട്സ് വേണം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ? നമുക്ക് ലെഫ്റ്റ് ആകാം. കഴിഞ്ഞു, 2 ഇതല്ലേ ഉള്ളൂ. 2 സബ്ജക്റ്റ് എന്ന് എടുക്കുക. നാളെ വേറെ ടീച്ചേഴ്സാണ് തോന്നുന്നു, അപ്പോഴാണെന്ന് അറിയില്ല.